ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നൽകിയ സംഭാവന അദ്വിതീയമായ ഒന്നാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലം ജാതീയമായ വേർതിരിവുകൾ കൊണ്ട് കലുഷിതമായിരുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അയ്യാവൈകുണ്ഠസ്വാമിയും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനുമൊക്കെ ചേർന്നാണ് ആ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്നും ആധുനിക സനാതന ധർമ്മ സംസ്കാരത്തെ പുനഃസ്ഥാപിച്ചത്. അതിൽ മന്നത്ത് പത്മനാഭൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. കേരളത്തിൽ ഈ ജാതീയ അസമത്വങ്ങൾക്കെതിരെ നായർ സമുദായത്തിൽ നിന്നും ഉണ്ടായ ഒരു വിപ്ലവമാണ് മന്നത്ത് പത്മനാഭൻ നയിച്ചത്. സത്യത്തിൽ മന്നത്ത് പത്മനാഭൻ തൻ്റെ കുടുംബ ഭരദേവതയുടെ ക്ഷേത്രത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ജാതി വ്യത്യാസമില്ലാതെ അക്കാലത്ത് തുറന്നു കൊടുത്തു. അതും ക്ഷേത്രപ്രവേശനത്തിന് മുന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ ക്ഷേത്രപ്രവേശനം സർവർക്കും സാധ്യമാകണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതേപോലെ 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണ വിഭാഗത്തിൽ നിന്നും 500 പേരെ നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം നടത്തിയ പദയാത്ര അതുണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ വർക്കലയിലെത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം തേടുകയാണ്. ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ സനാതനധർമ്മ ആചാര്യന്മാരെ നാം എങ്ങനെയാണ് കണ്ടത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് മന്നത്ത് പത്മനാഭൻ്റെ അക്കാലത്തെ ശിവഗിരി സന്ദർശനം എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിലെടുത്തു പറയേണ്ടതാണ് NSSൻ്റെ 2ാമത്തെ കോളേജ്, ചങ്ങനാശ്ശേരിയിലെ ഹിന്ദു കോളേജ്. ഹിന്ദു കോളേജ് എന്ന നാമകരണം തന്നെ നടത്താൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് നായർ കോളേജ് എന്ന് പേരിടാമായിരുന്നു. അപ്പോൾ മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചത് സനാതന ധർമ്മത്തിന് വേണ്ടിയായിരുന്നു, ഹിന്ദു സമൂഹത്തിന് മൊത്തം വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ നിദർശനമാണ് ചങ്ങനാശ്ശേരിയിലെ NSS കോളേജിനെ NSS ഹിന്ദു കോളേജ് എന്ന് പേരിട്ടത്. എന്ന് മാത്രമല്ല, സനാതന ധർമ്മത്തിന് വേണ്ടി മുന്നണി പോരാളിയായിരുന്ന സവർക്കറെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ആ കോളേജിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആ പരിപാടിയിൽ ഹൈന്ദവ സമ്മേളനം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു നായർ സമ്മേളനം മാത്രം നടത്തിയാൽ മതിയായിരുന്നു മന്നത്ത് പത്മനാഭനും. ആ ഹൈന്ദവ സമ്മേളനത്തിൽ ചിന്മയാനന്ദ സ്വാമിജി പങ്കെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സനാതന ധർമ്മത്തിൻ്റെ ധാർമ്മിക നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പരമാചാര്യനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിൽ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുകയാണ്.